സാൻ ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന പുതിയ വീടാണ്. മിസ്റ്റർ അഭിലാഷ് ജോസ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഈ വീടും സാൻ ബിൽഡേഴ്സും കോൺസെപ്റ്റ് ഡിസൈൻ സ്റ്റുഡിയോയും ചേർന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഇതിന്റെ ഹോം ഡെക്കർ ഐറ്റംസും ലാൻഡ്സ്കേപ്പിംഗും എല്ലാം ചെയ്തിരിക്കുന്നത് പ്ലാന്റുറാസിൽ തന്നെയാണ്. വീതി കുറവും നീളം കൂടുതലുള്ള ഒരു പ്ലോട്ടിലാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 7.25 സെന്റാണ് ഈ പ്ലോട്ടിന്റെ ഏരിയ. അപ്പോൾ ഈ പ്ലോട്ടിന്റെ ഷേപ്പ് അനുസരിച്ച് തന്നെയാണ് ഈ വീടും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടംപററി സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഈ വീടിന്റെ ഒരു സ്ലോപ്പ് റൂഫ് എലിവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വീടിന്റെ കിച്ചണൊക്കെ ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് വരുന്ന ഡൈനിങ്ങിൽ നിന്ന് ബാക്ക് യാർഡിലേക്കാണ് ഒരു പാഷ്യോ ഏരിയ കൊടുത്തിരിക്കുന്നത്. ആകെ 3 ബെഡ്റൂമാണ് വീട്ടിൽ വരുന്നത്. അതിൽ 2 ബെഡ്റൂമിനും ഇവിടെ വാക്ക് ഇൻ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് ഈ വാക്ക് ഇൻ വാർഡ്രോബ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കൂടി ചേർത്ത് ഈ വീടിന്റെ ടോട്ടൽ പ്ലിന്ത് ഏരിയ വരുന്നത് 2623 സ്ക്വയർ ഫീറ്റ് ആണ്. നമുക്ക് ഈ വീടിന്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇതിന്റെ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത് റബിൾ ഫൗണ്ടേഷനിലാണ്. ലാറ്ററൈറ്റ് ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് സൂപ്പർ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഫ്ലോറിംഗ് ഒക്കെ വിട്രിഫൈഡ് ടൈൽസും ഗ്രാനൈറ്റും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീട്ടിലേക്ക് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വുഡ് കൊയില വുഡാണ്. നമ്മുടെ മിക്ക വീടുകളിലും ഇപ്പോൾ കൊയില വുഡ് തന്നെയാണ് മെയിൻ ജോയിനറിക്കെല്ലാം ഉപയോഗിക്കുന്നത്. ഫ്രണ്ട് ഡോറിന് വേണ്ടി മാത്രം നമ്മൾ ടീക്ക് വുഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ എടുത്ത് പറയേണ്ട ഒരു എലമെന്റ് ആണ് വീട്ടിലെ ഡിഫറെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ കേസ്. ഇതൊരു RCC സ്റ്റെയർ കേസ് ആണ്. ഇതിന്റെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത് വുഡും റൗണ്ട് റോഡും ഉപയോഗിച്ചിട്ടാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന പോർഷനിൽ വൺ സൈഡ് നമ്മൾ ഹാൻഡ് റെയിൽ കൊടുക്കാതെ ആ സ്റ്റെപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു ഏരിയ കുട്ടികൾക്ക് ഒരു പ്ലേ ഏരിയ ആയിട്ട് ഉപയോഗിക്കാനും അതുപോലെ ഫാമിലി ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പേസ് ആണ്. ഈ ഒരു ഡിസൈൻ കൊണ്ട് നമ്മുടെ ഇന്റീരിയറിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എസ്തെറ്റിക് ലുക്കാണ് ഇത് കൊണ്ടുവരുന്നത്. ഒരു വീട് എന്ന ആഗ്രഹത്തെ ഏറെക്കാലം മനസ്സിൽ കൊണ്ടുനടന്ന് അതൊരു ഡിസൈനറെ കണ്ട് ഇഷ്ടപ്പെട്ട ഡിസൈനിലേക്ക് എത്തിച്ച് കൺസ്ട്രക്ഷന് വേണ്ടി നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആദ്യത്തെ ചുവടുവയ്പ്പാണ് അവിടെ തുടങ്ങുന്നത്. അങ്ങനെ ക്ലയന്റിന്റെ സ്വപ്നത്തിനൊപ്പം സഞ്ചരിച്ചാണ് ഓരോ വീടും നമ്മൾ പൂർത്തിയാക്കിയത്. അതുപോലെ ഈ വീടും അതിന്റെ വിശേഷങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീടിന്റെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്താം അടുത്ത വീഡിയോയിലൂടെ.